Make your journey a unique one. നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കഥയായിട്ടാണ്. കഥ ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ മഹാഭാരതത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു കഥാപാത്രമാണ് കർണൻ എന്ന് പറയുന്നത്. അപ്പൊ കർണന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. അതായത് കർണന്റെ ജനനം തൊട്ട് കർണന്റെ മരണം വരെയുള്ള കഥയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കാൻ പോകുന്നത്. അപ്പൊ അധികം വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മഹാഭാരതം നമ്മൾ മുഴുവനായി എടുത്തു നോക്കുന്ന സമയത്ത് മഹാഭാരതത്തിൽ ഒരുപാട് പ്രാമുഖ്യമുള്ള കഥാപാത്രങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതില് ആ പ്രാമുഖ്യമുള്ള കഥാപാത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പോലും മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിയാണ് കർണൻ. അതായത് സൂര്യപുത്രനായിട്ടും, അതായത് സൂര്യദേവന്റെ പുത്രനായിട്ട് പോലും സൂതപുത്രൻ എന്ന് ജനങ്ങൾക്ക് മുന്നിൽ, അതായത് സമൂഹത്തിന്റെ മുന്നിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കർണൻ. കർണൻ സൂര്യപുത്രനാണ് എന്ന് അറിയുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അന്നത്തെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് അപമാനങ്ങൾ സഹിച്ച്, ഒരുപാട് കയപ്പേറിയ അനുഭവങ്ങൾ സഹിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് കർണൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർണന്റെ സാമർത്ഥ്യത്തെ ഒരുപാട് വേദിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കർണന്റെ ജീവിതം ഇങ്ങനെയായി മാറിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കർണന്റെ ജീവിതം ഇങ്ങനെയായി മാറിയത് എന്ന് ഉള്ളൊരു കഥയുടെ തുടക്കം വരുന്നത് യാദവ കുലത്തിൽ നിന്നാണ് കേട്ടോ. യാദവ കുലത്തിന്റെ രാജാവായിരുന്നു ശൂരസേന മഹാരാജാവ്. അദ്ദേഹത്തിന് ഒരു പുത്രി ഉണ്ടായിരുന്നു. ആ പുത്രിയുടെ നാമമാണ് കുന്തി എന്ന് പറയുന്നത്. അങ്ങനെയിരിക്കെ ശൂരസേന മഹാരാജാവിന്റെ കൊട്ടാരത്തില് അദ്ദേഹത്തിന്റെ ആതിഥ്യം സ്വീകരിക്കാനായി ദുർവാസ മഹർഷി എഴുന്നള്ളുണ്ടായി. അങ്ങനെ അദ്ദേഹം കുറച്ച് ദിനങ്ങൾ, അതല്ലെങ്കിൽ കുറച്ചധികം ദിനങ്ങൾ ശൂരസേന മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ താമസിക്കുകയുണ്ടായി. അപ്പോൾ ദുർവാസ മഹർഷിയുടെയും അദ്ദേഹത്തിന്റെ കൂടെ വന്ന മഹർഷിമാരുടെയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതും നോക്കിയിട്ടുണ്ടായിരുന്നതും അവർക്ക് വേണ്ട പൂജാതി കർമ്മങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ആ മഹാരാജാവിന്റെ പുത്രിയായ കുന്തിയായിരുന്നു. കുന്തിയുടെ അർപ്പണ മനോഭാവത്തോട് കൂടെയുള്ള ഒരു സേവനം ഇഷ്ടപ്പെട്ട ദുർവാസ മഹർഷി കുന്തിക്ക് ഒരു വരദാനം നൽകി. അതായത് ഒരു മന്ത്രം കുന്തിക്ക് പറഞ്ഞു കൊടുക്കേണ്ടായി. എന്താണ് ആ മന്ത്രം എന്ന് പറഞ്ഞാൽ, ഈ മന്ത്രത്തിന് ഒരു വലിയ സവിശേഷതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ മന്ത്രം നമ്മൾ മനസ്സിൽ വിചാരിച്ച്, ഏത് ദേവനെ മനസ്സിൽ വിചാരിച്ച് അല്ലെങ്കിൽ ഏത് ദേവനെ ആരാധിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുന്നോ ആ ദേവനിൽ നിന്ന് ഒരു പുത്ര ഭാഗ്യം, അതായത് ഒരു സന്താന ഭാഗ്യം കുന്തിക്ക് ലഭിക്കുന്നതാണ്. ഇതായിരുന്നു ആ മന്ത്രത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. വരദാനം ലഭിച്ച കുന്തി വളരെ സന്തോഷവതിയായിരുന്നു. അതേപോലെ തന്നെ തന്റെ പുത്രിയെ കുറിച്ച് ആലോചിച്ച്, അല്ലെങ്കിൽ തന്റെ പുത്രിയെ കുറിച്ച് ഓർത്ത് വളരെ സന്തോഷവാനായിരുന്നു ശൂരസേന മഹാരാജാവും. കുന്തിയുടെ മനസ്സിന്റെയും പ്രായത്തിന്റെയും പക്വതയില്ലായ്മ കൊണ്ട് തനിക്ക് ദുർവാസ മഹർഷിയിൽ നിന്ന് കിട്ടിയ ആ മന്ത്രവും ആ മന്ത്രത്തിന്റെ ശക്തിയും എവിടെയെങ്കിലും ഒന്ന് പരീക്ഷിക്കണം എന്നുള്ള ഒരു തോന്നൽ കുന്തിയുടെ മനസ്സിൽ ഉത്ഭവിക്കേണ്ടായി. അങ്ങനെ ഒരു ദിവസം സൂര്യ നമസ്കാരം ചെയ്യുമ്പോഴാണ് കുന്തിയുടെ മനസ്സിൽ ആ തോന്നൽ വരുന്നത്. അതായത് ഈ മന്ത്രം പരീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ദേവൻ സൂര്യദേവൻ തന്നെയാണ്. അതായത് നമുക്ക് മുന്നിൽ പ്രത്യക്ഷ ദേവൻ എന്നറിയപ്പെടുന്ന ദൈവമാണ് സൂര്യദേവൻ. അതുകൊണ്ട് ഈ മന്ത്രം ആദ്യം ഞാൻ സൂര്യദേവനിൽ തന്നെ പരീക്ഷിച്ചു നോക്കുമെന്ന് കുന്തി തീരുമാനിച്ചു. അങ്ങനെ സൂര്യദേവനെ മനസ്സിൽ ആരാധിച്ച് കുന്തി മന്ത്രം ഉരുവിടാൻ തുടങ്ങി. മന്ത്രം ചൊല്ലി തീരുന്നതിന് മുമ്പ് ജ്വലിക്കുന്ന തേജസ്സോടുകൂടി സൂര്യദേവൻ കുന്തിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ മന്ത്രത്തിൽ പ്രീതിപ്പെട്ട സൂര്യദേവൻ കുന്തി ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷനായി. എന്നിട്ട് കുന്തി ദേവിയോട് പറഞ്ഞു, നിന്റെ മന്ത്രത്തിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഇന്നാ എന്റെ വരപ്രസാദമായ ഈ കുഞ്ഞിനെ, അല്ലെങ്കിൽ ഈ പുത്രനെ നീ സ്വീകരിക്കുക എന്ന്. ഇത് കേട്ട ഭയന്ന കുന്തി ദേവി പറഞ്ഞു, ഭഗവാനെ എന്നോട് ക്ഷമിക്കണം, ഈ പുത്രനെ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ദുർവാസ മഹർഷിയിൽ നിന്ന് എനിക്ക് കിട്ടിയ മന്ത്രം, അതായത് എനിക്ക് വരപ്രസാദമായി കിട്ടിയ മന്ത്രത്തിന്റെ ശക്തി അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ മന്ത്രം അങ്ങിൽ ആവാഹിച്ചത്. ഞാനൊരു കന്യകയാണ്, എനിക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പുത്രനെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യവും ഈ സമൂഹവും എന്നെ ഒരു മോശപ്പെട്ട സ്ത്രീയായിട്ടായിരിക്കും കാണുക എന്ന് സൂര്യദേവനോട് കുന്തി പറഞ്ഞു. അപ്പോൾ സൂര്യദേവൻ കുന്തിയോട് ചോദിച്ചു, മഹാമുനിമാർ നൽകിയ വരപ്രസാദത്തെ പരീക്ഷിക്കാൻ മാത്രം വളർന്നുവോ നീ? ഇത് പരീക്ഷിച്ചതും നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ട് ഈ മന്ത്രത്തിൽ നിന്ന് നിനക്ക് ലഭിച്ച ഈ പുത്രനെ ഒരിക്കലും ഞാൻ തിരിച്ചെടുക്കുകയില്ല.
പകരം ഞാൻ അവനൊരു കവചകുണ്ടലങ്ങൾ നൽകുകയാണ്. ഈ കവചകുണ്ടലങ്ങൾ അവനിൽ ഇരിക്കുന്ന നാൾ വരെ അവൻ അമരനായി തീരുമെന്ന്. എന്നിട്ട് കുന്തി ദേവിയുടെ ഗർഭത്തിൽ ആ പുത്രനെ സ്ഥാപിക്കുകയാണ് പിന്നീട് സൂര്യദേവൻ ചെയ്യുന്നത്. അപ്രത്യക്ഷനാവുന്നതിന് മുൻപ് സൂര്യദേവൻ കുന്തിയോട് പറഞ്ഞു, നിന്നിൽ ജനിക്കുന്ന പുത്രൻ തേജോമയനും അതേപോലെ സർവഗുണ സമ്പന്നനും ധർമ്മിഷ്ഠനുമായിരിക്കുമെന്ന്. അവനെ കാലം അറിയപ്പെടുന്നത് സൂര്യപുത്രൻ എന്നുള്ളൊരു നാമത്തിൽ തന്നെ ആയിരിക്കുമെന്ന്. അതിനുശേഷം സൂര്യദേവൻ അപ്രത്യക്ഷനാവുകയാണ്. തന്റെ ഗർഭത്തിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് എന്നും വിലാപപ്പെട്ടിരിക്കുകയായിരിക്കും കുന്തി ദേവി. അങ്ങനെ അന്തപുരത്തില് ഒരു തോഴിയുടെ സഹായത്തോടു കൂടി ഒരു മനുഷ്യക്കുഞ്ഞു പോലും അറിയാതെ കുന്തി ദേവി കർണന് ജന്മം കൊടുത്തു. സൂര്യദേവൻ പറഞ്ഞ പോലെ തന്നെ പിറന്ന വീണ ആ കുഞ്ഞിൽ കവചകുണ്ടലങ്ങൾ കാണാനിടയായി. അപ്പോൾ കുന്തി ദേവിയും അതേപോലെ തന്നെ തന്റെ തോഴിയും കൂടെ ചേർന്ന് തോഴിയുടെ ഉപദേശപ്രകാരം രാത്രിക്ക് രാത്രി ഒരു ചെറിയ കൂടയിൽ ആ കുഞ്ഞിനെ ആക്കി ഗംഗാ നദിയിലൂടെ ഒഴുക്കി വിടുകയാണ് പിന്നീട് അവർ ചെയ്യുന്നത്. സമൂഹത്തിന്റെ മുന്നിൽ അപമാനിതയാവും എന്നുള്ളൊരു ഭയത്തിന്റെ പേരിൽ മാത്രമാണ് കുന്തി ദേവി ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. കുഞ്ഞുമായി ഈ കൂട രാവും പകലും ഒഴുകി ഒഴുകി ഒരു നദിക്കരയിൽ ചെന്നെത്തുകയാണ്. അങ്ങനെ നദിക്കരയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ ഈ കൂട കാണാൻ ഇടയാകുകയാണ്. കൂടയിൽ എന്താണ് എന്ന് നോക്കാൻ വേണ്ടി കൂടയുടെ അടുത്ത് പോയി ആ സ്ത്രീ നോക്കുമ്പോഴാണ് അതീവ തേജസ്സോടുകൂടെ ഒരു ചെറിയ കുഞ്ഞ്, തീരെ ചെറിയ ചോര കുഞ്ഞിനെ അവർക്ക് അതിൽ കാണാൻ ഇടയുണ്ടായി. കുഞ്ഞിനെ കണ്ടതിന്റെ സന്തോഷത്തിൽ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കാതെ ആ സ്ത്രീ ആ കുഞ്ഞിനെ അവരോടൊപ്പം എടുത്ത് തന്റെ ഭവനത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഭവനത്തിൽ എത്തിയതിനു ശേഷം ഉണ്ടായ എല്ലാ സംഭവങ്ങളും ഭർത്താവിനോട് അവർ പങ്കുവെച്ചു. അവരുടെ ഭർത്താവിന്റെ നാമം അധിരഥൻ എന്നായിരുന്നു. അധിരഥൻ ഹസ്തിനാപുരിയിലെ തേരാളിയായിരുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ആ ദമ്പതികൾക്ക് ആ കുഞ്ഞിനെ, ഇത്രയും തേജോമയനായ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അവർ ആ നാൾ തൊട്ട് ആ കുഞ്ഞിനെ അവരുടെ കുഞ്ഞായി വളർത്താൻ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. ഇവിടെ ശൂരസേന മഹാരാജാവ് തന്റെ പുത്രിയായ കുന്തിക്ക് ഒരു മികച്ച യുവാവിനെ, ഒരു മികച്ച യുവരാജാവിനെ, ഒരു മികച്ച രാജകുമാരനെ വരനായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ഈ സംഭവങ്ങളെല്ലാം അറിയുന്ന കുന്തിക്ക് ആ ഒരു വിഷമം, അതായത് കുറ്റബോധം, തന്റെ പുത്രനെ ഉപേക്ഷിക്കേണ്ടി വന്ന കുറ്റബോധം അതീവമായി കുന്തിയെ വേട്ടയാടുകയായിരുന്നു. പിന്നീട് ഹസ്തിനാപുരിയിലെ യുവരാജാവായ പാണ്ഡുവാണ് കുന്തിയെ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ കുന്തി ഭോജത്തിൽ നിന്ന് ഹസ്തിനാപുരിയിലേക്ക് എത്തുകയാണ് പാണ്ഡുവും കുന്തിയും. പാണ്ഡുവിന് ഹിന്ദമ മഹർഷിയിൽ നിന്ന് ഒരു ശാപം ലഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ക്ഷണം തന്നെ പാണ്ഡുവിന്റെ മരണം സംഭവിക്കുമെന്ന്. അതുകൊണ്ട് സാധാരണ രീതിയിലൂടെ പാണ്ഡുവിന് പുത്രന്മാര് അല്ലെങ്കിൽ സന്താന ഭാഗ്യം ഉണ്ടാവുകയില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം. പക്ഷേ കുന്തിക്ക് കിട്ടിയ ഈ വരപ്രസാദം കൊണ്ട് തന്നെ ഈ മന്ത്രത്തിലൂടെ പാണ്ഡുവിന് 5 പുത്രന്മാരാണ് ലഭിക്കുന്നത്. പാണ്ഡുവിന് കുന്തി അല്ലാതെ രണ്ടാമതും ഒരു ഭാര്യയുണ്ട്. അവരുടെ പേരാണ് മാധുരി ദേവി. അതേപോലെ തന്നെ ഈ 5 പുത്രന്മാരിൽ 3 പേര് കുന്തിയുടെയും 2 പേര് മാധുരിയുടെയുമാണ്. അങ്ങനെ പാണ്ഡുവിന് 5 പുത്രന്മാരായ പാണ്ഡവരും അതേപോലെ ധൃതരാഷ്ട്രർക്ക് 100 പുത്രന്മാരും 1 പുത്രിയുമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ പാണ്ഡവരും കൗരവരുമായ 2 പക്ഷമാണ് ഹസ്തിനപുരിയിൽ ഉണ്ടാവുന്നത്. അങ്ങനെ പാണ്ഡവർക്കും കൗരവർക്കും വിദ്യാഭ്യാസം ആർജിക്കാനുള്ള സമയം എത്തിയിട്ടോ. ദ്രോണാചാര്യനാണ് അവരെ അസ്ത്രശസ്ത്ര വിദ്യകൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠനത്തിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ദ്രോണാചാര്യരുടെ ആശ്രമത്തിൽ ഒരു തേജോമയനായ സാമർഥ്യമുള്ള ഒരു ബാലകൻ അവിടെ എത്തുകയാണ്. ആ ബാലകനെ കണ്ട മാത്രയിൽ തന്നെ ദ്രോണാചാര്യർ ആ ബാലകന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നീ ആരാണ്, നിനക്ക് എന്താണ് വേണ്ടത് എന്ന്. അപ്പോൾ ആ ബാലകൻ പറഞ്ഞു, എന്റെ പേര് രാധേയൻ എന്നാണ്, എനിക്ക് അങ്ങയുടെ ആശ്രമത്തിൽ നിന്ന് അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കണം എന്ന്. അപ്പോൾ ദ്രോണാചാര്യർ ചോദിച്ചു, നീ ഏത് രാജ്യത്തിൽ നിന്നാണ്, നിന്റെ ഗോത്രം എന്താണ്, നിന്റെ കുലം എന്താണ് എന്നൊക്കെ. ഇത് കേൾക്കുന്ന ബാലകൻ പറഞ്ഞു, ഞാൻ ഒരു സൂതപുത്രനാണ്, എന്റെ പിതാവിന്റെ പേര് അധിരഥൻ എന്നാണ്, അദ്ദേഹം ഹസ്തിനാപുരിയിലെ തേരാളിയാണ്, എന്റെ മാതാവിന്റെ പേര് രാധ എന്നുമാണ്.
ഇത് കേൾക്കുന്ന ദ്രോണാചാര്യർ പറയുന്നത് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും മാത്രം അവകാശപ്പെട്ടതാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. അതായത് അസ്ത്ര ശസ്ത്ര വിദ്യകൾ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും മാത്രം പഠിക്കാനുള്ളതാണ് എന്ന്. ഒരു സൂതപുത്രനായ നിന്നെ ഞാൻ ഒരിക്കലും അസ്ത്ര ശസ്ത്ര വിദ്യകൾ പഠിപ്പിക്കുന്നതല്ല എന്ന്, അതേപോലെ തന്നെ നിന്നെ ഞാൻ എന്റെ ശിഷ്യനായും സ്വീകരിക്കുകയില്ല എന്ന് കർണനോട് ദ്രോണാചാര്യർ പറയുകയുണ്ടായി. ഇത് കേൾക്കുന്ന കർണന് ഏറെ അപമാനം തോന്നി. അതായത് തന്റെ സാമർത്ഥ്യത്തെ ഒന്ന് പരീക്ഷിച്ചു പോലും നോക്കാതെ ദ്രോണാചാര്യർ തന്റെ കുലത്തിന്റെയും ഗോത്രത്തിന്റെയും പേരിൽ തന്നെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് എന്ന് കർണന്റെ മനസ്സിൽ ശക്തമായ ഒരു തോന്നലുണ്ടായി. ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് അനുഭവിച്ച കർണൻ ഒരു ദൃഢനിശ്ചയം എടുക്കുകയുണ്ടായി. അതായത് ബ്രാഹ്മണരും ക്ഷത്രിയരും പഠിക്കുന്ന എല്ലാ അസ്ത്രശസ്ത്ര വിദ്യകളും താനും കരസ്ഥമാക്കും, താനും നേടും, താനും അത് ചെയ്യും എന്നുള്ള ഒരു ദൃഢനിശ്ചയം കർണൻ ആ നിമിഷം അവിടെ വെച്ച് തീരുമാനിക്കുകയുണ്ടായി. കർണന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാവുകയാണ്. അതായത് ബ്രാഹ്മണനല്ലാത്ത ഒരു വ്യക്തിക്കും അസ്ത്രശസ്ത്ര വിദ്യകൾ കരസ്ഥമാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇനി ഒരു ബ്രാഹ്മണനായി ചമഞ്ഞുകൊണ്ട് ഈ അസ്ത്രശസ്ത്ര വിദ്യകളെല്ലാം കരസ്ഥമാക്കണം എന്ന്. അതുകൊണ്ട് തന്നെ ഭീഷ്മ പിതാമഹന്റെ ഗുരുവായ പരശുരാമന്റെ അടുത്ത് കർണൻ ഒരു ബ്രാഹ്മണനായി വേഷമിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുകയാണ്. അങ്ങനെ കർണൻ പരശുരാമന്റെ കീഴിൽ ഒരു ബ്രാഹ്മണൻ എന്ന് നുണ പറഞ്ഞുകൊണ്ട് എല്ലാ അസ്ത്രശസ്ത്ര വിദ്യകളും കരസ്ഥമാക്കി. അങ്ങനെ പരശുരാമന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യനായി തന്നെ ആ സമയത്ത് കർണൻ മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം പരശുരാമൻ തന്റെ ശിഷ്യനായ കർണന്റെ മടിത്തട്ടിൽ തലവെച്ച് കടന്ന് ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് ഒരു തേള് കർണന്റെ കാലിൽ കുത്തുകയാണ്. തന്റെ ഗുരുവിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തണ്ട, അതായത് ആ ഗുരുവിന്റെ ഉറക്കത്തില് ഒരു മുടക്കം ഉണ്ടാക്കണ്ട, ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി ആ തേളിനെ കർണൻ തന്റെ കൈ കൊണ്ട് പിടിച്ച് ഇറുക്കി ദൂരെ വലിച്ചെറിയുകയാണ്. കർണന്റെ കാലിലൂടെ ഒഴുകുന്ന രക്തം പരശുരാമന്റെ മുഖത്തിലും അതേപോലെ തന്നെ കൈകളിലും തട്ടുന്ന സമയത്താണ് പരശുരാമൻ എഴുന്നേൽക്കുന്നത്. ആ എഴുന്നേൽക്കുന്ന മാത്രയിൽ തന്നെ പരശുരാമൻ ചോദിച്ചു, നീ ആരാണ് എന്ന്. ഗുരുവിന്റെ ശക്തമായ നോട്ടത്തിന്റെയും ചോദ്യത്തിന്റെയും മുന്നിൽ കർണൻ പതറിപ്പോയി. അതിനുശേഷം കർണൻ എന്താണ് സത്യം എന്നുള്ളത് ഗുരുവിനോട് തുറന്നു പറഞ്ഞു. ഞാൻ സൂതപുത്രനായ കർണനാണ്. എൻ്റെ പിതാവിൻ്റെ പേര് അധിരഥൻ എന്നാണ്. എൻ്റെ മാതാവിൻ്റെ പേര് രാധ എന്നാണ്. എൻ്റെ പിതാവ് ഹസ്തിനപുരിയിലെ തേരാളിയാണ് എന്ന്. ഇത് കേൾക്കുന്ന പരശുരാമൻ ആകെ ഞെട്ടി അന്താളിച്ചാണ് കർണന്റെ മുന്നിൽ നിൽക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വ്യാജമായ നാമവും വ്യാജ വേഷവും ചമഞ്ഞാണ് നീ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് എന്നിൽ നിന്ന് വിദ്യ കരസ്ഥമാക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ശപിക്കുന്നു. ഈ വിദ്യ, അതായത് എന്നിൽ നിന്ന് കരസ്ഥമാക്കിയ ഈ വിദ്യ നിനക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി വരുന്ന ഘട്ടത്തിൽ നിനക്ക് മറന്നു പോകുമെന്ന്, അതായത് നിനക്കത് ഉപകാരപ്രദമാവുകയില്ല എന്ന് പരശുരാമൻ തൻ്റെ ശിഷ്യനായ കർണനെ ശപിച്ചു വിടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത്, ഇന്നത്തോടെ നമ്മുടെ വിദ്യാഭ്യാസം ഇവിടെ അവസാനിക്കുകയാണ് എന്ന്. ഇതേ സമയം തന്നെയാണ് അവിടെ പാണ്ഡവരുടെയും കൗരവരുടെയും വിദ്യാഭ്യാസം പൂർത്തിയാകുന്നത്. അങ്ങനെ വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കി നല്ല തേജസ്സോടുകൂടെയും സാമർത്ഥ്യത്തോടുകൂടെയുമുള്ള യുവാക്കളായി പാണ്ഡവരും കൗരവരും ഹസ്തിനാപുരി കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. വിദ്യാഭ്യാസം പൂർത്തിയാക്കി മടങ്ങിയെത്തുന്ന കുമാരന്മാരുടെ സാമർത്ഥ്യം പ്രദർശിപ്പിക്കാൻ ഒരു വേദി തന്നെ ഭീഷ്മ പിതാമഹൻ അവിടെ കൊട്ടാരത്തിൽ ഒരുക്കിയിരുന്നു. പാണ്ഡവരും കൗരവരും ഇഞ്ചോടിഞ്ച് തന്നെയായിരുന്നു തങ്ങളുടെ സാമർത്ഥ്യം പ്രദർശിപ്പിക്കുന്നത്. അങ്ങനെ ഇത് അർജുനന്റെ ഊഴമാണ്. കുതിരപ്പുറത്ത് ധനുസ്സേന്തി തേജസ്സോടുകൂടെ വരുന്ന അർജുനനെ കണ്ട് മാതാവും അതേപോലെ തന്നെ പിതാമഹനും ഗുരുക്കന്മാരും ആ സഭയിലുള്ള എല്ലാവരും അനുഗ്രഹവർഷം പൊഴിയുകയായിരുന്നു. അർജുനൻ തൻ്റെ സാമർത്ഥ്യം പ്രദർശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വിവിധ തരത്തിലുള്ള വിശേഷമായ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും കൊണ്ട് അർജുനൻ തൻ്റെ സാമർത്ഥ്യം ആ സഭയിലുള്ള എല്ലാവരെയും പ്രദർശിപ്പിച്ചു. അപ്പോഴാണ് കാൽനടയാൽ ആ ഒരു അങ്കണത്തിലേക്ക് ഒരു തേജസ്സോടുകൂടെ ഉള്ള ഒരു യുവാവ് കയറി വരുന്നത്. ആ യുവാവിന്റെ കവചകുണ്ടലങ്ങൾ കണ്ട മാത്രയിൽ തന്നെ കുന്തി ദേവി ആകെ അന്താളിച്ചുപോയി. ആ വേദിയിലേക്ക് കടന്നു വന്ന യുവാവ് മറ്റാരുമല്ല, കർണൻ തന്നെയാണ്.
കർണന്റെ കവചകുണ്ടലങ്ങൾ കാണുന്ന കുന്തി ദേവിക്ക് ആ മാത്രയിൽ തന്നെ മനസ്സിലാവുകയാണ് ഇത് തന്റെ ഏറ്റവും ആദ്യത്തെ പുത്രനാണ് എന്നുള്ളത്. തന്റെ 2 പുത്രന്മാരെ ആ വേദിയിൽ വെച്ച് കാണുന്ന കുന്തി ദേവിക്ക് ഏറെ സന്തോഷമുണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ കർണൻ അവിടെ എത്തിയത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ടായിരുന്നു. അതായത് അർജുനൻ അവിടെ പ്രദർശിപ്പിച്ച എല്ലാ അസ്ത്രശസ്ത്ര വിദ്യകളെക്കാട്ടിലും മികച്ച രീതിയിൽ താങ്കൾ, അതായത് കർണൻ, ഇത് പ്രദർശിപ്പിക്കും എന്നുള്ളൊരു വലിയ വെല്ലുവിളിയായിരുന്നു കർണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. ഇത് കാണുന്ന തേരാളിയായ അധിരഥനും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പത്നിയായ രാധയ്ക്കും അതിയേറെ ഭയമാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കർണൻ അർജുനനെ വെല്ലുവിളിക്കുകയാണ് തന്നോടൊപ്പം ഉള്ളൊരു മത്സരത്തിനായി. അപ്പോൾ ഇത് കേൾക്കുന്ന ദ്രോണാചാര്യർ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റിൽ നിന്ന് പറഞ്ഞു, ഒരിക്കലും ഒരു സൂതപുത്രന് ഒരു രാജകുമാരനോടൊപ്പം മത്സരിക്കാനാവുകയില്ല എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന കർണൻ അവിടെ ആകെ അപമാനപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് കർണൻ പറയുകയാണ്, സൂതപുത്രനായാലും രാജകുമാരനായാലും സാമർത്ഥ്യത്തിൽ എല്ലാവരും തുല്യരാണ് എന്ന്. അതായത് സാമർത്ഥ്യത്തിന്റെ മുന്നിൽ എല്ലാവരും വ്യക്തികൾ മാത്രമാണ്, അവിടെ കുലത്തിനോ ഗോത്രത്തിനോ യാതൊരു പ്രസക്തിയുമില്ല എന്ന് കർണൻ ദ്രോണാചാര്യരോട് ആ ഒരു വേദിയിൽ വെച്ച് പറയുകയാണ്. ഇവരുടെ വാഗ്വാദങ്ങൾ കേൾക്കുന്ന ദുര്യോധനന് ഒരു ബുദ്ധി തോന്നി. കർണനെ അർജുനന്റെയും അതേപോലെ തന്നെ പഞ്ചപാണ്ഡവരുടെയും നേരെ വെക്കാവുന്ന ഒരു ആയുധമാണ് എന്ന്. അങ്ങനെ ദുര്യോധനൻ വേദിയിലേക്ക് ഇറങ്ങി വന്ന് ദ്രോണാചാര്യരോടും ആ ഒരു വേദിയിലിരിക്കുന്ന സർവ്വജനങ്ങളോടുമായി പറഞ്ഞു, അതായത് ഒരു രാജാവല്ലാത്തതിന്റെ പേരിലല്ലേ ഇദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്? അതായത് ഒരു രാജ്യത്തിന്റെ രാജാവല്ലാത്തതിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് കർണനെ ഈ മത്സരത്തിൽ നിന്നും അതേപോലെ തന്നെ തന്റെ സാമർത്ഥ്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഈ ഒരു അവസരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ അംഗരാജ്യത്തിന്റെ രാജാവായി ഞാൻ കർണനെ പ്രഖ്യാപിക്കുന്നു എന്ന്. ഇത് കേൾക്കുന്ന ധൃതരാഷ്ട്രർ അദ്ദേഹത്തിന്റെ പുത്രന്റെ, അതായത് ദുര്യോധനന്റെ ഈ ഒരു തീരുമാനത്തിനോട് പിന്തുണക്കുകയാണ്. പിന്നീട് കർണനും അർജുനനും തമ്മിൽ ഒരു മത്സരം തുടങ്ങി. അങ്ങനെ ഇരുവരുടെയും മത്സരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും തന്നെ തോൽക്കുന്നതുമില്ല, ആരും തന്നെ ജയിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെ ആ മത്സരം അവിടെ വെച്ച് നിർത്താനായി ഭീഷ്മ പിതാമഹൻ ഉത്തരവിട്ടു. പക്ഷേ അന്ന് തുടങ്ങിയ അവരുടെ ആ മത്സരം മഹാഭാരതത്തിന്റെ അവസാനം വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ആ വേദിയിൽ വെച്ച് കർണൻ ദുര്യോധനന് ഒരു വാഗ്ദാനം നൽകുകയാണ്. അതായത് ഇന്ന് എൻ്റെ അഭിമാനം രക്ഷിച്ചത് ദുര്യോധനനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യം വരുന്ന ഏത് സന്ദർഭത്തിലും തൻ്റെ ജീവൻ കൊടുത്തായാലും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു വാഗ്ദാനമാണ് കർണൻ ആ ഒരു വേദിയിൽ വെച്ച് ദുര്യോധനന് കൊടുക്കുന്നത്. പിന്നീട് ദുര്യോധനന്റെ ഏറ്റവും അടുത്ത മിത്രമാവുകയാണ് കർണൻ, അതിനോടൊപ്പം തന്നെ അംഗരാജ്യത്തിലെ രാജാവും. അങ്ങനെ ഇവരുടെ സൗഹൃദം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ദ്രുപദ മഹാരാജാവിന്റെ പുത്രിയായ ദ്രൗപദിയുടെ സ്വയംവരത്തിന്റെ വിളംബരം അറിയുകയുണ്ടായത്. അങ്ങനെ അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരണവും അതേപോലെ തന്നെ ഒരു ക്ഷണവും ഹസ്തിനപുരിയിലേക്ക് എത്തി. അപ്പോൾ ദുര്യോധനനെ പ്രതിനിധീകരിച്ച് ആ മത്സരത്തിൽ പങ്കെടുക്കാൻ കർണൻ തയ്യാറെടുക്കുകയുണ്ടായി. അങ്ങനെ ആ മത്സരവേദിയിലെത്തുന്ന കർണനെ സൂതപുത്രനാണ് എന്ന് അറിഞ്ഞ് അവിടെ വെച്ച് ദ്രൗപദി അപമാനിക്കുകയുണ്ടായി. ആ അപമാനഭാരം സഹിക്കവയ്യാതെ വളരെ വിഷമിച്ചുകൊണ്ടാണ് ആ വേദിയിൽ നിന്ന് കർണൻ ഇറങ്ങിപ്പോകുന്നത്. പിന്നീട് ആ വേദിയിൽ ആ മത്സരം ജയിച്ച് അർജുനൻ ദ്രൗപദിയെ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെയാണ് ഈ 5 പേരുടെയും ഭാര്യയാവുന്നത് ദ്രൗപദി. തന്നെ അപമാനിച്ച് പാണ്ഡവരോടും ദ്രൗപദിയോടും കർണന് അടങ്ങാത്ത ദേഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും കർണൻ ഉപേക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു ചൂത് സഭയിൽ നടന്ന ആ ഒരു വിഷയത്തിൽ കർണൻ ഏറെ ഇടപെടുകയും അതേപോലെ തന്നെ ദ്രൗപദിയെ വേശ്യ എന്നൊരു രീതിയിൽ മുദ്രകുത്തുകയും ചെയ്തു. പാണ്ഡവരുടെ വനവാസത്തിന്റെയും അജ്ഞാതവാസത്തിന്റെയും കാലഘട്ടത്തിൽ ദുര്യോധനന് വേണ്ടി കർണൻ കുറെ അധികം രാജ്യങ്ങൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പാഞ്ചാലം, കോസലം, കാശി, വിദർഭ, മഗധ, അവന്തി ഈ രാജ്യങ്ങളായിരുന്നു കർണൻ കേന്ദ്രീകരിച്ച് കീഴ്പ്പെടുത്തിയ രാജ്യങ്ങൾ.
ജരാസന്ധന്റെ രാജ്യമായ മഗധയും ഇതിൽ ഉൾപ്പെട്ടതായിരുന്നു കേട്ടോ. അങ്ങനെ അജ്ഞാതവാസം പൂർത്തിയാക്കി പാണ്ഡവർ മടങ്ങിയെത്തി. അവർ അജ്ഞാതവാസം വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു എന്ന് വേണം പറയാൻ. അതിനുശേഷം ഉണ്ടാവുന്നത് കുരുക്ഷേത്ര യുദ്ധമാണ് കേട്ടോ. ആ യുദ്ധത്തിന്റെ മുന്നോടിയായി കുറെ കാര്യങ്ങൾ സംഭവിച്ചു. അതായത് പാണ്ഡവരെ പ്രതിനിധീകരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ കർണനെ നേരിട്ട് പോയി സന്ദർശിക്കുകയുണ്ടായി. എന്നിട്ട് കർണനോട് പറഞ്ഞു തൻ്റെ പെറ്റമ്മയാണ് കുന്തി ദേവി എന്ന്. കുന്തി ദേവിക്ക് കർണനെ പ്രസവിക്കാനുണ്ടായ സാഹചര്യവും ഉപേക്ഷിക്കാനുണ്ടായ സാഹചര്യവും കൃഷ്ണൻ കർണനോട് പറയുകയുണ്ടായി. അതിനുശേഷം കുന്തി ദേവി കർണനെ വന്ന് കാണുകയും അതേപോലെ തന്നെ തൻ്റെ പുത്രന്മാരെ വധിക്കരുത് എന്ന് പറഞ്ഞ് കർണനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് കർണൻ പറയുന്നത് തൻ്റെ മാതാവിന്റെ സ്നേഹം തനിക്കത്ര വിലപ്പെട്ടതായി തോന്നുന്നില്ല എന്ന്. പക്ഷേ മാതാവിനോട് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് യുദ്ധത്തിൽ അർജുനൻ ഒഴികെ ബാക്കിയുള്ള 4 പുത്രന്മാരെ വെറുതെ വിടാമെന്ന്. പക്ഷേ അർജുനനെ വധിക്കാൻ കിട്ടിയ ഒരു സാഹചര്യവും താൻ പാഴാക്കുകയില്ല എന്നാണ് കർണൻ കുന്തി ദേവിയോട് പറയുന്നത്. അതായത് കർണൻ പറയുകയാണ് യുദ്ധത്തിന് അവസാനം എങ്ങനെ പോയാലും കുന്തി ദേവിക്ക് 5 പുത്രന്മാർ തന്നെയായിരിക്കും. ഒന്നല്ലെങ്കിൽ അർജുനൻ മരണപ്പെടുകയും അല്ലെങ്കിൽ കർണൻ മരണപ്പെടുകയും ചെയ്യും. ഇവർ 2 പേരിൽ ഒരാളുടെ മരണം എന്ന് പറയുന്നത് സുനിശ്ചിതമാണ്. കുന്തി ദേവിക്ക് അർജുനനെ ലഭിക്കുന്നത് ഇന്ദ്രദേവന്റെ വരപ്രസാദം കൊണ്ടാണ്. അപ്പോൾ ഇന്ദ്രദേവന് തൻ്റെ പുത്രന്റെ മരണത്തെക്കുറിച്ച് ആലോചിച്ച് ആകുലപ്പെടുകയാണ്. അതായത് കർണന്റെ കവചകുണ്ടലങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ഉള്ള കാലം വരെ കർണൻ അമരനായിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും കർണന്റെ കവചകുണ്ടലങ്ങൾ യുദ്ധത്തിന് മുൻപായി കർണന്റെ കയ്യിൽ നിന്ന് പറിച്ചു മാറ്റണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇന്ദ്രദേവൻ എത്തുകയാണ്. അങ്ങനെ അതീവ ദാനശീലനായ കർണന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ കവചകുണ്ടലങ്ങൾ ദാനമായി ആവശ്യപ്പെടാനായി ഇന്ദ്രദേവൻ തീരുമാനിക്കുകയാണ്. ഇന്ദ്രദേവന്റെ ഈ തീരുമാനത്തെ മുൻകൂട്ടി അറിഞ്ഞ സൂര്യദേവൻ കർണന് സ്വപ്ന ദർശനം കൊടുത്ത് കർണനെ ഉപദേശിച്ചു. അതായത് നിന്റെ കവചകുണ്ടലങ്ങൾ ആവശ്യപ്പെട്ട ആരെങ്കിലും നിന്റെ അടുക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും നീ നിന്റെ കവചകുണ്ടലങ്ങൾ ദാനമായി നൽകരുത് എന്ന്. അപ്പോൾ കർണൻ പറഞ്ഞു സൂര്യഭഗവാനോട്, ഭഗവാനെ അത് സാധ്യമാവുകയില്ല. അതായത് ഞാൻ സൂര്യ നമസ്കാരം ചെയ്യുന്ന വേളയിൽ എന്നടുത്ത് ആരെങ്കിലും ദാനം ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വെറും കൈയോടുകൂടെ വിടുകയില്ല. ഞാൻ അദ്ദേഹം ആവശ്യപ്പെട്ട ദാനം കൊടുക്കുക തന്നെ ചെയ്യും എന്നാണ് കർണൻ സൂര്യഭഗവാനോട് പറയുന്നത്. അപ്പോൾ സൂര്യഭഗവാൻ ഇത് കേട്ട് പറഞ്ഞു, അങ്ങനെ നീ ദാനം കൊടുക്കുകയാണെങ്കിൽ നിന്റെ ജീവന് തന്നെ ആപത്താണ് കർണ എന്ന്. അപ്പോൾ കർണൻ സൂര്യദേവനോട് പറയുകയുണ്ടായി, അതായത് ഒരു യോദ്ധാവ് എപ്പോഴും അദ്ദേഹത്തിന്റെ സാമർത്ഥ്യത്തിലായിരിക്കണം അദ്ദേഹത്തിന്റെ വിശ്വാസം അർപ്പിക്കേണ്ടത് എന്ന്. ഒരിക്കലും അദ്ദേഹത്തിന് കിട്ടുന്ന കവചങ്ങളിലോ അല്ലെങ്കിൽ ദിവ്യമായ ശക്തിയിലോ അല്ല. ഒരു യോദ്ധാവ് എന്നും അദ്ദേഹത്തിന്റെ സാമർത്ഥ്യത്തിലായിരിക്കണം അദ്ദേഹത്തിന്റെ വിശ്വാസവും അദ്ദേഹത്തിന്റെ സാമർത്ഥ്യത്തെ ആയിരിക്കണം അദ്ദേഹം ഒരു കവചമായി കാണേണ്ടത് എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന സൂര്യഭഗവാൻ പറഞ്ഞു, നിന്റെ അഭീഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന്. പക്ഷെ സൂര്യദേവൻ പറഞ്ഞു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നീ അതുപോലെ തന്നെ ചെയ്യണം എന്ന്. അതായത് ഇന്ദ്രദേവൻ നിന്നോട് ദാനമായി നിന്റെ കവചകുണ്ടലങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തിരിച്ച് അദ്ദേഹത്തിനോട് ഒരു വരദാനം ആവശ്യപ്പെടണം എന്ന്. വരദാനമായി നീ അദ്ദേഹത്തിനോട് ഏകപുരുഷ ഘാതിനി എന്നൊരു അസ്ത്രത്തെയാണ് ആവശ്യപ്പെടേണ്ടത്. അത് മാത്രമല്ല, ഈ അസ്ത്രം അർജുനനിൽ മാത്രം നീ പ്രയോഗിക്കുകയും ചെയ്യണം എന്ന്. അങ്ങനെ സൂര്യദേവന്റെ ഈ ആജ്ഞയെ ശിരസ വഹിക്കുകയാണ് കർണൻ. പിറ്റേ ദിവസം ബ്രാഹ്മ മുഹൂർത്തത്തിൽ കർണൻ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ഇന്ദ്രദേവൻ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കവചകുണ്ടലങ്ങൾ ആവശ്യപ്പെടുകയാണ് പിന്നീട് ഉണ്ടാവുന്നത്. ഇത് കേൾക്കുന്ന കർണൻ ഇന്ദ്രദേവനോട് പറഞ്ഞു, താങ്കൾ ആരാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിരിക്കുകയാണ് ഇന്ദ്രദേവ. താങ്കളുടെ ശരിയായ രൂപത്തിലേക്ക് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഇന്ദ്രദേവൻ ആവശ്യപ്പെട്ട പോലെ തന്നെ കർണൻ തന്റെ കവചകുണ്ടലങ്ങൾ ഇന്ദ്രദേവന് ദാനമായി നൽകി അതിന് പകരമായി ഇന്ദ്രദേവനോട് ഒരു വരദാനം ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഏകപുരുഷ ഘാതിനി എന്നുള്ളൊരു അസ്ത്രമാണ് ഇന്ദ്രദേവനോട് കർണൻ ആവശ്യപ്പെടുന്നത്. കർണന്റെ ആവശ്യപ്രകാരം ഇന്ദ്രദേവൻ അത് വരമായി നൽകുകയും ചെയ്തു.
അതിനുശേഷം ഇന്ദ്രദേവൻ പറഞ്ഞു, നിനക്കറിയാമോ പാർത്ഥന്റെ ഒപ്പം നിൽക്കുന്നത് ഭഗവാനായ, അതായത് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ വിജയമെന്നും ആ ഭാഗത്ത് തന്നെ ആയിരിക്കും എന്നുള്ളത് സുനിശ്ചിതമാണ് എന്ന്. അപ്പോൾ കർണൻ സൂര്യദേവനോട് പറഞ്ഞ അതേ വാചകങ്ങൾ തന്നെ ഇന്ദ്രദേവനോടും പറഞ്ഞു. അതായത് ഒരു യോദ്ധാവ് ഒരിക്കലും മറ്റ് ശക്തികളിലും അതേപോലെ തന്നെ വേറൊരു വ്യക്തിയിലുമല്ല വിശ്വാസം അർപ്പിക്കേണ്ടത് എന്ന്. ഒരു യോദ്ധാവ് എന്നും അവരുടെ സാമർത്ഥ്യത്തിലും കഴിവിലും അതേപോലെ തന്നെ യുദ്ധത്തിലുമാണ് വിശ്വാസം അർപ്പിക്കേണ്ടത് എന്ന്. ഇതാണ് ഒരു ശരിയായ യോദ്ധാവിന്റെ ഏറ്റവും വലിയ ലക്ഷണമെന്നും. കർണന്റെ ഈ വാചകങ്ങൾ കേട്ട് വിജയാശംസകൾ നൽകി ഇന്ദ്രദേവൻ യാത്രയായി. കർണൻ കവചകുണ്ടലങ്ങൾ ദാനമായി നൽകിയ വാർത്ത ദുര്യോധനന്റെ കാതുകളിൽ എത്തുകയാണ്. ഇത് കേൾക്കുന്ന ദുര്യോധനൻ ഏറെ കോപിഷ്ഠനായി കർണന്റെ മുന്നിലേക്ക് എത്തി. കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ട കർണൻ ഏറെ വേദനകൾ സഹിച്ച്, അതായത് തന്റെ മനസ്സിന്റെ അല്ല ശരീരത്തിന്റെ വേദനകൾ സഹിച്ച് കിടക്കുന്ന കർണനോട് ഒരുപാട് കോപിഷ്ഠനായി ദുര്യോധനൻ പെരുമാറുകയാണ് ചെയ്യുന്നത്. കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ട കർണനെ കുറിച്ച് അറിഞ്ഞ് കുന്തിദേവി ഏറെ വിഷമപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ചികിത്സാ വിധികളിലും അതേപോലെ തന്നെ മരുന്നുകളുടെ കൂട്ടിലും പ്രാവീണ്യമുള്ള നകുല സഹദേവന്മാരെ കർണനെ ചികിത്സിക്കാൻ വേണ്ടി അയക്കുകയാണ് കുന്തിദേവി. നകുല സഹദേവന്മാരുടെ വിശേഷ പച്ചമരുന്ന് കൂട്ടുകൾ കൊണ്ട് കർണൻ വേഗം സുഖം പ്രാപിച്ചു. അങ്ങനെ യുദ്ധദിനങ്ങൾ എത്തി. മാധുരി ദേവിയുടെ സഹോദരനായ ശാല്യരായിരുന്നു കർണന്റെ തേരാളി. അദ്ദേഹത്തിന് പക്ഷേ പാണ്ഡവ പക്ഷത്ത് ചേരണമെന്നായിരുന്നു ആഗ്രഹം. കുരുട്ടുബുദ്ധിയുടെ ആശാനായ ശകുനിയുടെ തന്ത്രത്തിന്റെ ഫലമായിട്ടാണ് ശാല്യർക്ക് കൗരവ പടയുടെ കൂടെ ചേരേണ്ട അവസ്ഥ വന്നത്. അതുകൊണ്ട് തന്നെ കർണനെ പല കാര്യങ്ങളും പറഞ്ഞ് കർണന്റെ മനോധൈര്യത്തെ ചൂഷണം ചെയ്യുന്നതും അതേപോലെ തന്നെ കർണന്റെ മനോധൈര്യത്തെ കെടുത്തുന്നതായ രീതിയിലുള്ള വാചകങ്ങളായിരുന്നു ശാല്യരുടേത്. അങ്ങനെ കർണനും അർജുനനും നേർക്ക് നേരെത്തി. കർണന്റെ തേരാളിയായിരുന്നു ശാല്യര്, മറിച്ച് അവിടെ പാർത്ഥന്റെ, അതായത് അർജുനന്റെ തേരാളി എന്ന് പറയുന്നത് സർവശക്തനായ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അപ്പോൾ കർണന്റെ തേരാളിയായ ശാല്യർ എന്നും കർണനെ ഓരോന്ന് പറഞ്ഞ് കർണന്റെ ആത്മധൈര്യത്തെ കെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ശാല്യർ ഇത് തന്നെ തുടർന്നു. യുദ്ധം ചെയ്യുന്ന വേളയിൽ കർണന്റെ രഥത്തിന്റെ ചക്രം മണ്ണിലേക്ക് കുഴിഞ്ഞു. അതെടുക്കുവാൻ പോലും ശാല്യര് കർണനെ സഹായിച്ചിരുന്നില്ല. അതിനൊടുവിൽ കർണൻ രഥത്തിൽ നിന്ന് പുറത്തിറങ്ങി ഭൂമിയിൽ നിന്നായി യുദ്ധം. എങ്കിലും കർണൻ തന്റെ ആത്മവീര്യം ഒരിക്കലും ചോർന്നില്ല, തന്റെ ആത്മവീര്യം എവിടെയും അടിയറവ് വെച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെ ഇന്ദ്രദേവൻ നിന്ന് കരസ്ഥമാക്കിയ അസ്ത്രം കർണന് ഘടോൽഗജന്റെ നേരെ പ്രയോഗിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അർജുനന് നേരെ പ്രയോഗിക്കാൻ ഒരു ദിവ്യാസ്ത്രം കർണനില്ല. പിന്നെ അതുപോലെ തന്നെ തന്റെ ഗുരുവിൽ നിന്ന് ലഭിച്ച ശാപം ഇപ്പോഴാണ് കർണനിൽ വന്നു ചേരുന്നത്. അതായത് തനിക്ക് തന്റെ ജീവിതത്തിൽ ആവശ്യം, അതായത് അത്യാവശ്യം വരുന്ന സാഹചര്യത്തിൽ താൻ പഠിച്ച എല്ലാ വിദ്യകളും തന്നിൽ നിന്ന് മറന്നു പോകുന്ന അവസ്ഥയാണ് കർണൻ ഉണ്ടാവുന്നത്. അങ്ങനെ യുദ്ധത്തിന്റെ ഇടയിൽ കർണൻ അർജുനന്റെ അമ്പ് കൊണ്ട് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. കർണൻ അങ്ങനെ വീരമൃത്യു പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കർണന്റെ മരണ വാർത്ത അറിഞ്ഞ് യുദ്ധഭൂമിയിലേക്ക് ഓടിയെത്തുന്ന കുന്തി കാണുന്നത് അർജുനന്റെ അമ്പേറ്റ് കിടക്കുന്ന കർണനെയാണ്. കർണന്റെ ശിരസിനെ എടുത്ത് തന്റെ മടിത്തട്ടിൽ വെച്ച് കുന്തി യുധിഷ്ഠിരനെ തന്റെ അരികിൽ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ: പുത്ര യുധിഷ്ഠിര, ഇത് നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ കർണനാണ്. ഇവൻ രാധേയനല്ല, കൗന്ദേയനാണ്. വിവാഹത്തിന് മുമ്പ് എനിക്കുണ്ടായ പുത്രനാണ് ഇവൻ. ഇത് കേൾക്കുന്ന യുധിഷ്ഠിരൻ ആകെ അന്താളിച്ച് സങ്കടത്തോടുകൂടി കുന്തിയോട് പറഞ്ഞു: എന്തിനായിരുന്നു മാതേ ഈ സത്യം ഇത്ര നാൾ മറച്ചു വെച്ചത്? മാതാവ് ഈ സത്യം നേരത്തെ വെളിപ്പെടുത്തിയെങ്കിൽ ഈ യുദ്ധം പോലും ഇന്ന് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്ന്. കർണന്റെ മരണവാർത്ത അറിയുന്ന ദുര്യോധനൻ കർണന്റെ മൃതശരീരത്തെ കൂടെ സ്വീകരിക്കാവുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല. അതായത് അദ്ദേഹത്തിന് കർണനോട് തീർത്താ തീരാത്ത ദേഷ്യമായിരുന്നു.
അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു, എന്തിനായിരുന്നു ഇന്ദ്രദേവൻ ദാനമായി ചോദിച്ച് കവചകുണ്ടലങ്ങൾ നൽകിയത് എന്ന്. അതായത് കർണന്റെ ഒരു ദൗത്യം തന്നെ ദുര്യോധനനെ സംരക്ഷിക്കുക എന്നുള്ളതല്ലേ, അത് മറന്നാണ് കർണൻ തന്റെ കവചകുണ്ടലങ്ങൾ നൽകിയത് എന്നുള്ളൊരു ചിന്തയായിരുന്നു ദുര്യോധനന്റെ മനസ്സിൽ. അങ്ങനെ കർണന്റെ ശരീരം ഏറ്റെടുക്കുന്നത് പഞ്ചപാണ്ഡവരാണ്. അവർ തന്റെ ജ്യേഷ്ഠന്റെ ശരീരത്തിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയും അതേപോലെ തന്നെ ദർപ്പണങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരവരുടെ ജ്യേഷ്ഠനെ സ്വർഗലോകത്തിലേക്ക് യാത്ര അയച്ചു. ഇതാണ് കർണന്റെ ജീവിത കഥ. അതായത് സൂര്യപുത്രനായി ജനിച്ചിട്ടും സൂതപുത്രൻ എന്ന് സമൂഹം വിളിച്ച ഒരു വ്യക്തിയുടെ കഥയാണിത്. അതേപോലെ തന്നെ ധർമ്മവും വീര്യവും ധൈര്യവും അതേപോലെ ദാനവും കൈവിടാത്ത വ്യക്തിയായിരുന്നു കർണൻ. അതുകൊണ്ട് തന്നെ കർണനെ സ്മരിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക് യു ഓൾ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.